നമസ്കാരം. ഒരിക്കൽ ഒരു ആശ്രമത്തിൽ ഒരു സന്യാസി തൻ്റെ ശിഷ്യന്മാരോടൊത്ത് താമസിച്ചു വരികയായിരുന്നു. യാദൃച്ഛികമായിട്ട് ആശ്രമത്തിൻ്റെ എതിർഭാഗത്തെ വീട്ടിൽ ഒരു വേശ്യയും താമസിച്ചു വന്നു. ആ സന്യാസിക്ക് തൻ്റെ ആശ്രമത്തിലെ ഒരു പ്രത്യേക മുറിയിലിരുന്നാൽ എതിർഭാഗത്തെ വീട്ടിൽ എത്ര പേർ വന്നു പോകുന്നുവെന്ന് വ്യക്തമായി കാണാമായിരുന്നു. സന്യാസി അവളുടെ ഇടപാടുകാരുടെ എണ്ണമെടുപ്പ് നടത്താൻ തുടങ്ങി. തുടക്കത്തിൽ ഒരു നേരമ്പോക്കിന് വേണ്ടി ആരംഭിച്ച ഈ സംഗതി പിന്നീട് പതുക്കെ പതുക്കെ ആ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിനചര്യയായി മാറി. അദ്ദേഹം എന്നും ആ മുറിയിൽ ചെന്നിരിക്കും. എന്നിട്ട് ആ വീട്ടിൽ എത്ര പേർ വന്നു പോകുന്നുവെന്ന് അദ്ദേഹം കണക്കെടുപ്പ് നടത്തും. ഓരോരുത്തരെ കയറി ഇറങ്ങുമ്പോൾ ഒരു ഉരുളൻ കല്ല് അദ്ദേഹം മാറ്റിവെക്കും അത്രേ. പിന്നീട് ശിഷ്യന്മാരെ വിളിച്ച് കാണിച്ചു കൊടുക്കും, ദേ നോക്ക്, കല്ലിൻ്റെ വൻ കൂമ്പാരം, ഇന്ന് ഇത്രമാത്രം പേർ അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഇന്നലത്തേതിന് ഇത്ര വലിപ്പം പോരാ, നാളെ ഇതിലും വലിയ ഒരു കൂമ്പാരം ആയിരിക്കാം ഉണ്ടാവുക എന്നൊക്കെ അദ്ദേഹം കമൻറ്റുകൾ പാസ്സാക്കും. ശിഷ്യന്മാർക്ക് ബഹുരസമാണ്. ഒരിക്കൽ അദ്ദേഹം ആ സ്ത്രീയെ വിളിച്ചും കാണിച്ചു കൊടുത്തു അത്രേ, ഇതേ നോക്ക്, നീ ചെയ്ത പാപത്തിൻ്റെ കൂമ്പാരമാണിത്, അവൾ ഭീതി കൊണ്ടും ലജ്ജ കൊണ്ടും തല കുമ്പിട്ടു നിൽക്കും. കാലം കുറേ കടന്നുപോയി. ദൈവകത്തിയ ആ സന്യാസിയും സ്ത്രീയും ഒരേ ദിവസം മരിക്കാനിടയായി. പരലോകത്ത് ചെന്നപ്പോൾ സന്യാസിക്ക് നരകമാണ് കിട്ടിയത്, ആ സ്ത്രീക്ക് സ്വർഗവും. സന്യാസി കലമ്പൽ കൂട്ടി. അദ്ദേഹം പറഞ്ഞു, ദൈവമേ, അങ്ങേക്ക് മാറിപ്പോയി, ഞാനൊരു സന്യാസിയാണ്, എനിക്കാണ് സ്വർഗം കിട്ടേണ്ടത്, ഇവളെ എനിക്കറിയാം, ഇവളുടെ ചെയ്തിയും അറിയാം, ഇവൾക്കാണ് നരകം കിട്ടേണ്ടത്. ശരിയാണ്, ഞങ്ങളിരുവരും ഒരേ ദിവസമാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് അങ്ങേക്ക് മാറിപ്പോയതാവണം. ദൈവം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അത്രേ, ഇല്ല, എനിക്ക് മാറിയിട്ടില്ല, ഇവൾ ചെയ്തത് ഇവളുടെ തൊഴിലാണ്, അങ്ങ് ആ തൊഴിൽ നിന്ദിച്ചു, അതുകൊണ്ടാണ് അങ്ങേക്ക് നരകം കിട്ടിയത്, ഇവൾക്ക് സ്വർഗവും. ബൈബിളിൽ പേർ പരാമർശിക്കപ്പെടാത്ത ഒരു സ്ത്രീയെ ഈശോയ്ക്ക് മുന്നിൽ നിർത്തി ഫരിസേയ പ്രമുഖർ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഗണികാ വൃത്താന്തഹ എന്ന പേരിൽ ദേവസ്യാസാർ ആ സംഭവം വളരെ മനോഹരമായിട്ട് തൻ്റെ മൗലിക കൃതിയായ ക്രിസ്തു ഭാഗവതത്തിൽ നമുക്ക് നൽകിയിട്ടുമുണ്ട്. അതെ, ഗണികാ വൃത്താന്തഹ എന്ന പേരിൽ ദേവസ്യാസാർ എഴുതിയ ആ അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത്. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്, ദേവസ്യാസാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തും ഒരു പൊതുപ്രവർത്തകനും മറ്റുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ അതുല്യ രാജേഷ് എന്ന 10ാം തരം വിദ്യാർത്ഥി നമുക്കൊപ്പമുണ്ട്. അതുല്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
പക്ഷേ നമ്മളൊന്നും പതിവ് തെറ്റിച്ചില്ല. നമ്മൾ ഗണികാവൃത്താന്തം എന്ന അധ്യായമാണല്ലോ നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക. ബൈബിളിൽ പേർ പരാമർശിക്കപ്പെടാത്ത ഒരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ടാണ് ഫരിസേയ പ്രമുഖർ നീതിയെക്കുറിച്ച് വാചാലരാകുന്നത്. ഈശോ ബൗദ്ധികമായ ഒരു പദ്ധതിയിലൂടെ ബുദ്ധിപരമായിട്ടാണ് അവരെ നേരിടുകയും ചെയ്യുന്നത്. വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ബൈബിളിലേത്. ഈ സംഭവം ദേവസ്യ സാറ് വളരെ മനോഹരമായിട്ട് ഇതിൽ വിവരിച്ചിട്ടുമുണ്ട്. നമുക്ക് നേരിട്ടതിലേക്ക് കടക്കാൻ വെച്ച ഒന്നാമത്തെ ശ്ലോകത്തിൽ കവി പറയും, ഈശോ ഒരു ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ അവിടെ വളരെ പേർ അവിടെ എത്തി ഈശോയുടെ സുഭാഷിതം കേൾക്കാനായിട്ട് അവിടെ എത്തി എന്ന് പറയുന്ന ഒരു ശ്ലോകത്തോടു കൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഏകത ഗുരുദേവേസ്മിൻ എന്നാരംഭിക്കുന്ന ശ്ലോകമാണ് ഒന്നാമത്തേത്. അതുല്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. ഏകദാ ഗുരുദേവേസ്മിൻ ധർമ്മഗേഹമുപസ്ഥിതേ ബഹവസ്തമുപാഗച്ഛൻ ജനാഃ ശ്രോതും സുഭാഷിതം. ഏകത ഒരിക്കൽ, അങ്ങനെയാണല്ലോ നമ്മൾ കഥകൾ ആരംഭിക്കുക. ഒരിക്കൽ അസ്മിൻ ഗുരുദേവേ ധർമ്മഗേഹം ഉപസ്ഥിതേ, ഒരിക്കൽ ഗുരുദേവൻ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ തസ്യ സുഭാഷിതം ശ്രോതും, അദ്ദേഹത്തിൻ്റെ സുഭാഷിതം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടിയിട്ട്. സുഭാഷിതം എന്നാണ് ദേവസ്യ സാർ പ്രയോഗിക്കുന്ന വാക്ക്. ഇത് നമ്മുടെ ഗിരിപ്രഭാഷണത്തിലെ ആദ്യത്തെ ശ്ലോകമായിട്ട് ബന്ധമുണ്ട്. ജനൗഹം മഹാന്ത്യം, അതെ അതെ, ആധ്യാത്മിക സൂക്തം, അതെ 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 അതെ, അതുമായി ബന്ധമുള്ള പദ്യമാണ്, ശ്ലോകമാണ്. സുഭാഷിതം കേൾക്കുവാനായിട്ട്, നല്ല വാക്കുകൾ കേൾക്കുവാനായിട്ട്, പ്രസംഗം കേൾക്കുവാനെന്നായിരിക്കുമല്ലോ ബൈബിളിൽ, ഇവിടെ നല്ല വാക്കുകൾ കേൾക്കാനായിട്ട് എന്നാണ് ദേവസ്യ സാർ അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ബഹവഹ ജന, ഒട്ടേറെ ആളുകൾ തമുപാഗച്ഛൻ, അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി എന്ന് പറയുന്ന ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ഇവിടെ ബൈബിളിൽ ഈ ഒലീവ് മലയിലേക്ക് പോയി അവിടെ നിന്നും തിരിച്ച് ദേവാലയത്തിലേക്ക് വന്നു എന്നാണല്ലോ ഈ അധ്യായം ആരംഭിക്കുന്നത്. ഇത് സാർ പറഞ്ഞില്ലേ, വളരെ ബുദ്ധിപരമായിട്ട് ഒരു നീക്കമാണേ. ശരിക്കും പറഞ്ഞാൽ അതൊരു ജ്ഞാനപരമായ, ജ്ഞാനിയുടെ പെരുമാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കത് മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇതിന് യോഹന്നാൻ സുവിശേഷന് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് ഇതിലൂടെ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തീർച്ചയായും. അവിടെ പശ്യ തത്ര ആനയന്തിസ്മ എന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അവിടെ പരീശർ, ഫരിസേയ പ്രമുഖർ, അതായത് നീതിമാന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പരീശർ അവിടെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുകയാണ്, ഈശോയ്ക്ക് മുന്നിൽ നിർത്തുകയാണ്. അതാണ് തൊട്ടടുത്ത ശ്ലോകത്തിൽ പശ്യ തത്ര ആനയന്തിസ്മ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അതുല്യ നമുക്കായിട്ട് ആലപിച്ചു തരും. പശ്യ തത്രാനയന്തി സ്മ ഫരിസേയാദയോ ഹഠാത് യോഷിതം ഭീതിലജ്ജാഭ്യാം കാംചിത് കമ്പിത വിഗ്രഹാം. ഇവിടെ ആനയന്തിസ്മ കൊണ്ടുവന്ന് നിർത്തി എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഇവിടെ പശ്യ മുതലാണ് ആരംഭിക്കുന്നത്, നോക്കൂ എന്ന്. അത് നമ്മെ വിളിച്ച് പറയുകയാണ് കവി. നമ്മൾ അതാ എന്ന് നമുക്കതിനെ വിവർത്തനം ചെയ്യാമെന്ന് തോന്നുന്നു. അവിടെ ഫരിസേയ പ്രവൃത്തികൾ ഭയവും ലജ്ജയും മൂലം വിറയ്ക്കുന്ന ശരീരത്തോടു കൂടിയ ഒരു സ്ത്രീയെ എന്നാണ് പറയുന്നത്. ഭീതി ലജ്ജാഭ്യാം കമ്പിത വിഗ്രഹം, ഭയം കൊണ്ടും ലജ്ജ കൊണ്ടും ശരീരം വിറയ്ക്കുന്ന ഒരു നിസ്സഹായയായ ഒരു സ്ത്രീയെ അവിടെ ഹഠാത് ആനയന്തിസ്മ, ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്ന് മുന്നിൽ നിർത്തി എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്. തൊട്ടടുത്ത ശ്ലോകത്തിൽ അവളുടെ അവസ്ഥയെ കൂടുതൽ വിവരിക്കുന്ന ശ്ലോകമാണ്. അതിലേക്ക് കടക്കാം. വൃക്കയൂഥ പരിക്ഷിപ്ത എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. വൃകയൂഥ പരിക്ഷിപ്ത ഹരിണീവ ഭയാകുലാ പരാലോകാ സഹാദോർഭ്യാം അപിധായാസ്യ മായയൗ. അവൾ ഇരു കൈകൊണ്ടും മുഖം പൊത്തിയാണ് നടന്നു വന്നത് എന്ന് പറയുന്നു. അതായത് ദോർഭ്യാം ആസ്യം അഭിധായ ആയയോ, ഇരു കൈകൊണ്ടും ആസ്യം വദനം മുഖം അഭിധായ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അവൾ അവിടേക്ക് കടന്നു വന്നത്. അവളുടെ നിലയെക്കുറിച്ച് വർണ്ണിക്കുന്നു. വൃക്കയൂഥ പരിക്ഷിപ്ത ഹരിണീവ, ചെന്നായ്ക്കളുടെ കൂട്ടത്താൽ വലയം ചെയ്യപ്പെട്ട മാൻപേട എന്നുപോലെ എന്ന ഭയാകുല, ഭയചകിതയായ അവൾ. എന്തുകൊണ്ടാണ് ഇരുകൈ കൊണ്ട് മുഖം പൊത്തി വന്നത്? മറ്റുള്ളവർ തന്നെ കാണേണ്ട എന്ന് വെച്ചിട്ടാണ്. പരാലോക അസഹ, അന്യരുടെ നോട്ടം സഹിയാതെ, അന്യരുടെ നോട്ടം സഹിക്കാൻ വയ്യാതെയാണ് അവൾ ഇരുകൈ കൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് അവിടേക്ക് നടന്നു വന്നത് എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ കണ്ടത്. തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ആ മാലൂകർ പ്രതികരിച്ചത്? അവർ കൂക്കി വിളിച്ചു,
അവർ അധിക്ഷേപിച്ചു. എല്ലാ കാലത്തും അങ്ങനെയൊക്കെ ആളുകൾ എല്ലാ കാലത്തും എവിടെയും ഉണ്ടല്ലോ, അന്നുമുണ്ടായിരുന്നു. ഘൂത്കാരയി കേച്ചിത് അത്യുച്ചൈ എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് അവിടുത്തെ യുവാക്കന്മാർ എങ്ങനെയാണ് ആ ഒരു സംഭവത്തോട് പ്രതികരിച്ചത് എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ഘൂത്കാരൈഃ കേചിദത്യുച്ചൈഃ യുവാനസ്താമുപാഹസൻ അവിനീതാ हि മോദന്തേ പ്രായഃ പരാഭവേ. അച്ഛാ നോക്കൂ, ഇവിടെ കേച്ചിത് യുവാനഹ, ചില യുവാക്കൾ അത്യുച്ചൈഹി കൂത്കാരൈഹി, ഉച്ചത്തിൽ കൂക്കി വിളിച്ചുകൊണ്ട് താമുപാഹസൻ അവളെ പരിഹസിച്ചു. എന്നിട്ട് ദേവസ്യ സാറ് ഒരു പൊതുവായ തത്വം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അവിനീതാഹ പ്രായേണ പരപരാഭവേ മോദന്തേ എന്ന്. അവിനീതാഹ വിനയമില്ലാത്തവർ, സംസ്കാരമില്ലാത്തവർ, ഒരു ഈ മര്യാദ കെട്ടവർ, മര്യാദയില്ലാത്തവർ, സ്വഭാവമഹിമയില്ല, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പോൾ മര്യാദയില്ലാത്തവർ പ്രായേണ സാധാരണയായി പരപരാഭവേ മോദന്തേ, അന്യരുടെ പരാഭവത്തിൽ, പരാഭവം എന്ന വാക്കിന് നാശം, വൈഷമ്യം എന്നൊക്കെ അർത്ഥം. അന്യരുടെ വൈഷമ്യത്തിൽ, അന്യരുടെ ദുഃഖത്തിൽ അവർ ആഹ്ലാദിക്കുമല്ലോ എന്ന ഒരു സംഗതി ഇവിടെ ദേവസ്യ സാർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്യം അവസാനിപ്പിക്കുന്നത്. തൊട്ടടുത്ത ശ്ലോകത്തിൽ ഇവിടെ അവരുടെ ഉദ്ദേശം എന്താണ്, ഈ ഫരിസേയ പ്രമുഖരുടെ ഉദ്ദേശം എന്താണ്? അത് വളരെ പ്രധാനമാണ്. അവരുടെ ഉദ്ദേശം അവളെ കല്ലെറിഞ്ഞു കൊല്ലലല്ല, അവൾ നശിക്കലല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം ഈശോയെ കൊടുക്കുകയാണ്. അത് വ്യക്തമാക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജനമധ്യേ സ്ഥാപയിത്വാ താം എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ട് ആലപിച്ചു തരും. ജനമധ്യേ സ്ഥാപയിത്വാ താം സ്ത്രിയം തേ ബ്രുവൻ ഗുരും തദ്വിരുദ്ധാഭിയോഗായ രന്ധ്രാന്വേഷണ തത്പരാഹ. അവിടെ അബ്രുവൻ ഗുരുവിനോട് അവർ പറഞ്ഞു, അവർ സംസാരിച്ചു തുടങ്ങിയെന്ന്. താം സ്ത്രീയം ജനമധ്യേ സ്ഥാപയിത്വ, ആ സ്ത്രീയെ ജനമധ്യത്ത് നിർത്തിയിട്ട് എന്തിനു വേണ്ടിയാണ്? തത് വിരുദ്ധ അഭിയോഗായ രന്ധ്രാന്വേഷണ തത്പരാഹ എന്ന്, ഗുരുവിനെതിരെ ഒരു ആരോപണം കൊണ്ടുവരാനായിട്ട്. തത് വിരുദ്ധ അഭിയോഗായ, ഗുരുവിന് വിരുദ്ധമായി, ഗുരുവിനെതിരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അഭിയോഗം, ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടി രന്ധ്രാന്വേഷണ തത്പരാഹ, പഴുതു കണ്ടുപിടിക്കുന്നതിൽ തൽപരരായ ആ പരീശർ ആ സ്ത്രീയെ ജനമധ്യത്ത് നിർത്തിക്കൊണ്ട് ഗുരുവിനോട് സംസാരിച്ചു തുടങ്ങി. എന്താണ് അവർ പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇയം വ്യഭിചരന്തിയേവ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ടത് ആലപിച്ചു തരും. ഇയം വ്യഭിചരന്ത്യേവ ധൃതാ നാരീ ഗുരുത്തമ മോസസഃ ശാസ്ത്യസാധ്വീനാം പ്രസ്തരാഘാതദണ്ഡനം. അച്ഛാ നോക്കൂ, ഇവിടെ ഗുരുത്തമ എന്നാണ് അവർ വിളിക്കുന്നത് ഈശോയെ. ഇയം നാരി വ്യഭിചരന്തിയേവ ധൃത എന്ന്. ഈ സ്ത്രീ വ്യഭിചരിക്കെ തന്നെ പിടിക്കപ്പെട്ടവളാണ്. വ്യഭിചാരത്തിന് മുമ്പുമല്ല പിടിച്ചത്, അതിന് ശേഷവുമല്ല. വ്യഭിചരിക്കെ തന്നെ അവൾ പിടിക്കപ്പെട്ടവളാണ്. അവിടെ ഒരു സംഗതിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു, ഒരു ശ്രദ്ധേയമായ സംഗതി. ഞങ്ങൾ പിടിച്ചുവെന്ന് പറയുന്നില്ല, അവൾ പിടിക്കപ്പെട്ടവളാണ്, വ്യഭിചരിക്ക് പിടിക്കപ്പെട്ടവളാണ് എന്ന്. നമുക്കതിലേക്ക് വരാം. ഇയം നാരി വ്യഭിചരന്തിയേവ ധൃത എന്ന്. എന്നിട്ട് അവർ ഓർമ്മിപ്പിക്കുകയാണ് ഈശോയെ. മോസസ്സഹ അസാധ്വീനാം പ്രസ്തരാഘാത ദണ്ഡനം ശാസ്തി. മോസസ് അസതികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ വിധിച്ചിട്ടുള്ളത് എന്ന് ഈശോയെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ ഈശോയോട് നേരിട്ട് ചോദിക്കുകയും ചെയ്യുന്നു, എന്താണ് അങ്ങ് ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുക എന്ന് നേരിട്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ആമുഖമായി പറഞ്ഞിട്ട് മോസസ് ഇങ്ങനെയാണല്ലോ വിധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞേച്ച് ഈശോയോട് അങ്ങ് എന്തു തീർപ്പാണ് ഇതിൽ കൽപ്പിക്കുക എന്ന് നേരിട്ട് ഒരു ചോദ്യം. അവിടെ ഈശോയെ കൊടുക്കുകയാണ് ലക്ഷ്യം, അല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവർക്ക് മുമ്പിൽ. ഈശോ കൊടുക്കുകയാണെങ്കിലും ഇത് നമ്മുടെ യോഹന്നാൻ സുവിശേഷകന് പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മോസസിൻ്റെ വരവുണ്ടല്ലോ, മോസസിനെ അവർ റെഫർ ചെയ്യുന്നുണ്ടല്ലോ, മോസസിൻ്റെ കാര്യം പരാമർശിക്കുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഒരു നമ്മുടെ യോഹന്നാൻ സുവിശേഷകൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം നമ്മൾ കാണുന്നത്. അതായത് ഈ പഴയ നിയമമായിട്ട് ആദിമ ക്രിസ്ത്യാനികളൊരു മിക്കരും യഹൂദ മതത്തിൽ നിന്ന് വന്നതാണല്ലോ. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ഇഷ്ടപ്പെട്ട് യഹൂദ മതത്തിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ടല്ലേ ഇത് വന്ന് ക്രിസ്ത്യാനിറ്റി.
അപ്പം ആ യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിലും കൂടെയാണ് സുവിശേഷം പലതും അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മോസസ് എന്ന് പറയുന്ന അവരുടെ വലിയ ആചാര്യനാണ്. അപ്പോൾ മോസസ് പറയുന്നതിന് അപ്പുറം ഇല്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ഇവിടെ ഇപ്രാവശ്യം തീർച്ചയായിട്ടും പിടിക്കാവുന്ന രീതിയിൽ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മോസസ്, ഈ ക്രിസ്തു പുതിയ മോസസാണ്. അപ്പോൾ ഇവർ വലിയൊരു വ്യത്യാസമുണ്ട്. മോസസ് മലയുടെ മുകളിൽ നിന്നും അവിടെ ഒത്തിരി ഉപവാസമെല്ലാം കഴിഞ്ഞ് 40 ദിവസത്തിന് രാത്രങ്ങൾ ഉപവസിച്ചാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, കൽപ്പലകളിൽ താഴെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഓർമ്മ ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ഒലിവ് മലയെന്നാണ് ക്രിസ്തു ദേവാലയത്തിൽ വന്ന് ഇരുന്ന് പഠിപ്പിക്കുന്നത്. ഇരുന്നെന്ന് പറഞ്ഞാൽ ആധികാരികത കാണിക്കാണ്ട്. അപ്പം ഈ ക്രിസ്തുവും മോസസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ മോസസ് നിയമമാണ് കൊണ്ടുവന്നത്. യോഹന്നാൻ സുവിശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിയമം മോശ വഴി നൽകപ്പെട്ടു, എന്നാൽ ക്രിസ്തു വഴി നൽകപ്പെടുന്നത് കൃപയും സത്യവുമാണ്. അതാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത്. അതെ, തീർച്ചയായും. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ കവി പറയും എന്താണ് അവർ ഈശോയോട് നേരിട്ട് ആവശ്യപ്പെട്ടത് എന്ന. കിമത്രാഹ ഭവാനിദ്ധം എന്ന് ആരംഭിക്കുന്ന അടുത്ത ശ്ലോകം അതുല്യ നമുക്കായിട്ട് ആലപിച്ചു തരും. കിമത്രാഹ ഭവാനിദ്ധം തേഷു പൃച്ഛത്സ്വസൗ ഗുരുഃ നമ്രീഭൂയ നിജാംഗുല്യാ മൃത്തികായാമധാലിഖത്. അവര് എന്താണ് ചോദിച്ചത്? അത്ര ഭവാൻ കിം ആഹ, ഇക്കാര്യത്തിൽ അങ്ങ് എന്താണ് പറയുന്നത്? ഇത്തം തേഷു പൃച്ഛത്സു, ഇങ്ങനെ അവർ ചോദിക്കവേ ഈശോ എന്താണ് ചെയ്തത്? അസൗ ഗുരുഹു, ഗുരുദേവൻ നമ്രീഭൂയ, കുനിഞ്ഞിരുന്ന, നിജ അങ്കുല്യ, തൻ്റെ കൈവിരൽ കൊണ്ട്, മൃത്തികായാം അലിഖത്ത്, മണ്ണിൽ എന്തോ കുറിച്ചു കൊണ്ടിരുന്നുവെന്ന്. ഇവിടെ എനിക്ക് ഈ 2 ശ്ലോകവും എടുത്തു വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില ആശയങ്ങൾ അച്ഛനുമായി പങ്കുവെക്കട്ടെ. അതായത് ഇവിടെ ഇവർ തൊട്ടുമുൻ ശ്ലോകത്തിൽ പറഞ്ഞത് ഇവൾ വ്യഭിചരിക്കെ തന്നെ പിടിക്കപ്പെട്ടവളാണെന്ന് പറയുമ്പോൾ ആര് പിടിച്ചു? ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ല. അവർ ആണ് പിടിച്ചത് എങ്കിൽ അവർ അത് സ്വാഭിമാനം പറയുമല്ലോ. ഞങ്ങളാണ് ഇവൾ വ്യഭിചരിക്കെ ഞങ്ങൾ ഇവളെ പിടിച്ചു, സ്വാഭിമാനം പറഞ്ഞുകൂടായില്ലല്ലോ. അവർ പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർ ഈ കാഴ്ച കണ്ടു, അത്രയേ ഉള്ളൂ. അതായത് ഒരു സ്ത്രീ വ്യഭിചരിക്കെ ആളുകൾ അവളെ പിടികൂടി, ആ കാഴ്ച ഇവർ കാണാനിടയായി. ഇത് ഈശോയെ കൊടുക്കാൻ ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എന്നവർ തൽക്ഷണം തീരുമാനിക്കുകയും ആ സ്ത്രീയെ അവർ വലിച്ചിഴച്ചുകൊണ്ട് ഈശോയ്ക്ക് മുന്നിൽ നിർത്തി അവർ സംസാരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കരുതിക്കൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ അതിൽ അവകാശം ഉന്നയിക്കും. 2, മോശയുടെ നിയമം അനുസരിച്ച് 2 കൂട്ടരും കുറ്റക്കാരാണ്. അതായത് ഒരു സ്ത്രീ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ആരൊത്ത് വ്യഭിചരിച്ചുവോ ആ പുരുഷനും തുല്യനായി കുറ്റക്കാരനാണ് മോശയുടെ നിയമം അനുസരിച്ച്. അപ്പോൾ ആ സ്ത്രീയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് നിർത്തുന്നതോടൊപ്പം തന്നെ പുരുഷനെയും കൊണ്ടുവന്ന് നിർത്തേണ്ടതായിരുന്നു. പക്ഷേ അവർ ആ പുരുഷനെ കണ്ടില്ലായിരിക്കാം. കാരണം അവർ ഒരു വലിയ കോലാഹലം കണ്ടു. അവർ ആരാഞ്ഞു എന്താണ് അവിടെ സംഭവിച്ചത്. അവിടെ ഒരു സ്ത്രീ വ്യഭിചരിക്കെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അവൾ ആരുടെയെങ്കിലും ഭാര്യയായിരിക്കാം. അവൾ വ്യഭിചരിച്ചു പോയതാവാം, വ്യഭിചരിക്കെ തന്നെ പിടിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ രക്ഷയില്ല അവൾക്ക്. അപ്പോൾ അവിടെ ആ പുരുഷൻ കടന്നു കളഞ്ഞിരിക്കാം, എന്ത് സംഭവിച്ചിരിക്കാം. എന്തായാലും പുരുഷനെ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അവരുടെ ലക്ഷ്യം ഈ സ്ത്രീയെ കൊടുക്കുകയല്ല. സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊന്നേച്ച് ഇവർക്കൊന്നും കിട്ടാനില്ല. ഇവരുടെ ലക്ഷ്യം ഈശോയെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉയരുന്നു, അങ്ങ് എന്താണ് തീർപ്പ് കൽപ്പിക്കുന്നത്? ഈശോ അവളെ ശിക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ ഈശോ കരുണയറ്റവനായി തീരും. കാരണം അന്നോളം ഈശോ കരുണാമയനാണ് എന്ന് പറയുന്ന ജനം ഈശോ കരുണയറ്റവനാണ് എന്ന് മാത്രമല്ല അവിടെ നിയമത്തെ കയ്യിലെടുത്തു എന്നും വന്നേക്കാമല്ലോ. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം. ഇനി അവളെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞാലോ? അവളെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ മോശയുടെ നിയമത്തിന് വിരുദ്ധമായി ഈശോ പ്രവർത്തിച്ചു എന്ന് വരും. അങ്ങനെ ഈ കാര്യദ്വയാകുലഹ നമ്മൾ കണ്ടുവല്ലോ കഴിഞ്ഞ സർഗത്തിൽ. അതുപോലെ ഇവിടെ 2 കാര്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ കുഴക്കി കുടുക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഈശോ അവരെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു വിചിത്രമായ സംഗതിയിൽ ഏർപ്പെടുകയാണ്. അദ്ദേഹം കുനിഞ്ഞിരുന്ന് മണ്ണിലെന്തോ കുറിച്ചു കൊണ്ടിരുന്നുവെന്ന്. അതെന്താണെന്ന് നമ്മൾ പിന്നീട് കാണാനിരിക്കുന്നേ ഉള്ളൂ. സാറ് പറഞ്ഞ നിരീക്ഷണം ശരിയാണത്. അത് ഇപ്പോൾ അവർ പുരുഷന്മാരും ഇതുപോലെ ഈക്വലി തുല്യ തെറ്റുകാരാണ്. പക്ഷെ അവരുടെ മെയിൻ ഉദ്ദേശം ഇപ്പം സ്ത്രീ പുരുഷ സമത്വമൊന്നും അല്ലല്ലോ. ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള തീരുമാനം എടുത്തവർക്ക് കൊടുക്കാം. അമിതമായ മോശം നിയമം ലംഘിച്ചെന്നാകും. നിയമം ലംഘിച്ചില്ലെങ്കിൽ
കരുണയറ്റവനാകുന്നു, കരുണയില്ലെന്ന് പറയാം. എങ്ങനെയാണെങ്കിലും ക്രിസ്തുവിനെ കൊണ്ടുപോയി അവരൊരു ടൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അതെ. അപ്പോൾ തുടർന്ന് ദേവസ്യാസാർ പറയും, ഈശോ എന്താണ് മണ്ണിൽ കുറിച്ചത്, അതിനെക്കുറിച്ച് ഈ ലോകത്ത് ആർക്കും അറിയില്ല. അപ്പോൾ പലവിധ അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്യാസാർ കുറിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ന കോപി ഭുവി ജാനാതി എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ന കോപി ഭുവി ജാനാതി യദ്യത്തത്രാലിഖദ്ഗുരുഃ കൃതാനി കില പാപാനി തൈരിത്യാഹുഃ പുരാവിതഃ. നോക്കൂ, ഗുരുഹു തത്ര യത്ത് യത്ത് അലിഖത്ത് ഭുവി കോപി ന ജാനാതി. ഗുരു അവിടെ എന്തെന്ന് എഴുതിയെന്ന് ഈ ലോകത്ത് ആർക്കും അറിയില്ല. തൈഹി കൃതാനി പാപാനി കില ഇതി പുരാവിത അഹുഹു എന്ന് കൂടി ദേവസ്യാസാറ് ചേർക്കുന്നുണ്ട്. അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ചാണ് ഈശോ അവിടെ കുറിച്ചത് എന്ന് പഴമക്കാർ പറയുന്നു എന്നും ദേവസ്യാസാർ കുറിക്കുന്നുണ്ട്. എന്തെഴുതി, കൃത്യമായിട്ട് എന്തെഴുതി എന്ന് ആർക്കും അറിയില്ല എന്ന് നമുക്ക് സാറ് പറഞ്ഞതിനോടാണ് നമുക്ക് യോജിക്കാവുന്നേ. കാരണം ഇവർ എഴുതുമ്പോൾ അവർ പാവങ്ങളെ അവർക്കത് എഴുതുന്നത് അവരെ ചിന്തിപ്പിച്ചിട്ടാണ്. ഈ ക്രിസ്തുവിനെ ഇതെല്ലാം അറിയാമല്ലോ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം അറിയാമല്ലോ എന്ന് അവർ ചിന്തിച്ചിട്ട് കാണും. അതായിരിക്കും എഴുതുന്നത്, അവർക്ക് ചിന്തിക്കാമല്ലോ. അതൊരു നമുക്ക് സാറ് പറഞ്ഞത് ആർക്കും അറിയത്തില്ല എന്താ എഴുതുന്നു. നമുക്ക് കൊടുക്കാവുന്ന ഒരു സ്വീകാര്യമായൊരു വ്യാഖ്യാനമാണ്. അവരുടെ പാപമായിരിക്കാം ക്രിസ്തു എഴുതിയത്. അതെ. ഇപ്പോൾ വേറെ ആളുകൾ വേറെ ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നോക്കാം. അടുത്ത ശ്ലോകത്തിലാണത്. അപരേതു എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കാം. അപരേതു വദന്തേതദ് ലിഖിതം നാമ സൂചികാം ഗണികാനാം സമം യാഭിഃ തൈർനരൈർദുഷ്കൃതം കൃതം. നോക്കൂ, വേറെ ചിലർ അഭിപ്രായപ്പെടുന്നു അപരേതു, വേറെ ചിലർ പറയുന്നു അത്ര എത്തത് ലിഖിതം എഴുതിയത് അക്കൂട്ടർ ആരോടൊത്തൊക്കെ വ്യഭിചരിച്ചുവോ അവരുടെ നാമപട്ടികയാണ് എന്ന് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നുവെന്ന്. എന്നിട്ട് ദേവസ്യാസാർ ഒരു പൊതുവായ തത്വം പറയും, ഇതെന്തൊരു ശിക്ഷാ സമ്പ്രദായമാണ്. അതായത് ഇരു കൂട്ടർ പാപം ചെയ്താൽ ഒരാളെ മാത്രം ശിക്ഷിക്കുക എന്നത് എന്തൊരു ശിക്ഷാ സമ്പ്രദായമാണ് എന്ന് ദേവസ്യാസാർ വിലപിക്കുന്ന ഒരു ശ്ലോകമുണ്ട് തൊട്ടടുത്തതായിട്ട്. അതിലേക്ക് കൂടി കടക്കാം. കീദൃശി ദണ്ഡനീതിസ്സ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. കീദൃശി ദണ്ഡനീതിസ്സ യയാ പാപകൃതോർദ്വയോഃ നാരീ ഭവതി ദണ്ഡാർഹാ പൂരുഷസ്തു വിമുച്യതേ. കീദൃശീ ദണ്ഡനീതി, ഇതെന്തൊരു ശിക്ഷാവിധിയാണ്, ഇതെന്തൊരു ശിക്ഷാ നിയമമാണ്. യയാ പാപകൃതോഹോ ദ്വയോഹോ, രണ്ടുപേർ പാപം ചെയ്തിരിക്കെ നാരി ദണ്ഡാർഹാ ഭവതി, സ്ത്രീ ശിക്ഷാർഹയാവുന്നു. പുരുഷഃ വിമുച്യതേതു, പുരുഷൻ സ്വതന്ത്രനാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ഈ അധ്യായം വായിക്കുമ്പോൾ അതിലെനിക്ക് ഒട്ടേറെ സങ്കീർണതകൾ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ അധ്യായം പ്രത്യേകിച്ചും ഇത് ഇവിടെ ഈശോ താഴെ കുനിഞ്ഞിരുന്ന് മണ്ണിൽ കുറിച്ചു, അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല എന്ന് ദേവസ്യാസാർ പറയുന്നുണ്ട്. ആർക്കും അറിയില്ല എന്ന് ബൈബിളിലും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പലവിധ അഭിപ്രായങ്ങൾ മുന്നോട്ട് വരികയാണ്. അതായത് അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അദ്ദേഹം കുറിച്ചുവെന്നതും അവർ ആരത്തൊക്കെ അഭിരമിച്ചുവോ അവരുടെ പേരുകൾ കുറിച്ചുവെന്നുമൊക്കെ. അപ്പോൾ ഇത് നമുക്ക് തിട്ടമായി നമുക്ക് പറയാൻ കഴിയുകയുമില്ല. ഇവിടെ ഇവർ നിയമത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്നുണ്ടെങ്കിലും അവിടെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പോലും ഇവരുടെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് വേണ്ടേ പറയുവാൻ. കാരണം മോശയുടെ നിയമം അനുസരിച്ച്, ദേവസ്യാസാർ അങ്ങനെ വിലപിക്കുന്നുവെങ്കിൽ പോലും മോശയുടെ നിയമം അനുസരിച്ച് ഇരു കൂട്ടരും ശിക്ഷാർഹരായിരിക്കെ ഒരു സ്ത്രീയെ മാത്രം അവിടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നിയമത്തിൻ്റെ ദൃഷ്ടിയിലും അവരുടെ വാദം വിലപ്പോവില്ലല്ലോ. അങ്ങനെ ഒട്ടേറെ സംഗതികൾ ഈ അധ്യായത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ പേരിലുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളിൽ ഏർപ്പെടാം. ഗുഡ്നെസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.